rotate with an angle 90 degree counterclockwise. So any vector E1 can be represented as A1 plus JB1, where A1 is the real component and B1 is the imaginary component. Okay, അത് നമ്മൾ പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. And this representation is known as rectangular form. Okay, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടു? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് എഴുതാൻ നമ്മൾ കണ്ടു. അതിന്റെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് എഴുതാൻ നമ്മൾ കണ്ടു. ടാൻ ഇൻവേഴ്സ് B1 ഡിവൈഡ് ബൈ A1. അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ ആംഗിൾ വിച്ച് വെക്ടർ മേക്സ് വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ജെ ഓപ്പറേറ്റർ എന്താന്ന് കണ്ടു, അതിന്റെ സിഗ്നിഫിക്കൻസ് കണ്ടു. It is an operator which is used to make any vector to rotate by an angle 90 degree counterclockwise. ഏതൊരു വെക്ടറിനെയും 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക്വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെക്ടറാണ് ജെ. ഓക്കെ, അതിന് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റുന്ന കണ്ടു, 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റുന്ന കണ്ടു, അതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. Then we have seen what is trigonometrical form. ഓക്കെ, പിന്നെ എക്സ്പോണൻഷ്യൽ ഫോം. ഈ ഡെറിവേഷൻ വലിയ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ അതിൽ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൗ ടു റൈറ്റ് എ വെക്ടർ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം ഇഫ് യു നോ ദ മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ ആംഗിൾ, അത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഈ ഫോം ഈ രീതിയിലാണ് നമ്മൾ എഴുതുക, ഇ ഇൻറ്റു ഇ റൈസ് ടു പ്ലസ് ഓർ മൈനസ് ജെ തീറ്റ, വേർ ഇ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ദ വെക്ടർ വിച്ച് ഇസ് മെയ്ഡ് ഫ്രം ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം. അതന്നെ എങ്ങനെ നമ്മൾ പോളാർ ഫോമിൽ എഴുതാൻ നമ്മൾ കണ്ടു. ജസ്റ്റ് നത്തിങ്, ഒന്നുമില്ല, അതിൽ ആകെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ തീറ്റ. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ഈ ഫോമുകൾ എവിടെയൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നതെന്നാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ഫോമുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും നമ്മൾ അടുത്ത കാണാൻ പോകുന്നു. പിന്നെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് തന്നു. ഒരാളൊരു പോളാർ ഫോമിൽ ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു റെക്ടാങ്കുലർ ഫോം, ഇത് നമ്മൾ കണ്ടു. ഓക്കെ, അതായത് ഈ കോസ് തീറ്റ ആയിരിക്കും അതിന്റെ റിയൽ പാർട്ട്, പ്ലസ് ജെ ഇൻറ്റു ഈ സൈൻ തീറ്റ ആയിരിക്കും അതിന്റെ ഇമാജിനറി പാർട്ട്. ഓക്കെ, സോ പോളാർ ടു റെക്ടാങ്കുലർ കൺവേർഷൻ വളരെ എളുപ്പമാണ്. കാരണം ഒന്നും നോക്കണ്ട, ഇറ്റ് വിൽ ബി ഈ കോസ് തീറ്റ പ്ലസ് ജെ ഈ സൈൻ തീറ്റ, അതായിരിക്കും. പക്ഷെ ഒരു കാര്യമുള്ളൂ, തീറ്റ ഷുഡ് ബി ദ ആംഗിൾ വിച്ച് ഇസ് മെഷറിംഗ് ഫ്രം ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ആ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്കുള്ളൂ. പോസിറ്റീവ് എക്സ് ആക്സിസ് മെഷർ ചെയ്യുന്ന തീറ്റ ആയിരിക്കണം തന്നിരിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡയറക്ട്ലി ഈ ഫോം എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്റെ റെക്ടാങ്കുലർ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ബട്ട് എങ്ങനെയാണ് റെക്ടാങ്കുലർ ടു പോളാർ, അത് ഓരോ കോർഡിനേറ്റ് നോക്കി നിങ്ങൾ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് അവർ വെക്ടർ ഇസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്, ഏത് ക്വാഡ്രന്റ് ആണ് വെക്ടർ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് തീറ്റ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ വെറും ഇപ്പൊ ഈ E2 ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെറും ടാൻ ഇൻവേഴ്സ് B2 ബൈ A2 ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ആംഗിൾ ആണ് കിട്ടുക. ഈ ചെറിയ ആംഗിൾ എപ്പോഴും ടാൻ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ആംഗിൾ ആണ് കിട്ടുക, അത് ഓർക്കുക. ഈ ട്രയാംഗിളത്തെ ആംഗിൾ അല്ലേ എനിക്ക് കിട്ടുക. സോ എനിക്ക് ഈ ആംഗിൾ ആണ് കിട്ടുക. പക്ഷെ അതല്ലല്ലോ എന്റെ തീറ്റ. എന്റെ തീറ്റ എന്തായിരിക്കണം, എപ്പോഴും പോസിറ്റീവ് എക്സ് ആക്സിസ് മെഷർ ചെയ്യുന്ന തീറ്റ ആയിരിക്കണം. സോ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ഐ ഹാവ് ടു സബ്ട്രാക്ട് ദാറ്റ് ആംഗിൾ ഫ്രം 180, എന്നാൽ മാത്രമേ എനിക്ക് ഈ θ2 എന്ന വാല്യൂ കിട്ടുകയുള്ളൂ. അതാണ് അതിന്റെ എല്ലാ ഫോമുകളും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് ഒരു എക്സാമ്പിൾ. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, അത് നിങ്ങൾ ആരെയും പറയണം, ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ആണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഗിവ് ദ വോൾട്ടേജ് എക്സ്പ്രസ്ഡ് ഇൻ സിംബോളിക് ഫോം ഇൻ അപ്പൊ അതായത് ഒരു വോൾട്ടേജ് വെക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ഫോമിലാണ് തന്നിട്ടുള്ളത് നിങ്ങൾ പറയാം. ദിസ് ഇസ് ഗിവൺ ഇൻ വിച്ച് ഫോം? വി ഹാവ് 4 ഫോംസ്, 4 ഫോമുകൾ ഉണ്ട്. അതിൽ ഏത് ഫോമാണ് ഈ തന്നിട്ടുള്ള വോൾട്ടേജ് വെക്ടർ? നിങ്ങൾ പറയാ, ഏത് ഫോമിലാണ് ഈ വോൾട്ടേജ് വെക്ടർ തന്നിട്ടുള്ളത്? ഇത് ഏത് ഫോമാണ്? പോളാർ ഫോം ആണോ? സിംബോളിക്. സിംബോളിക്. ഓക്കെ, വെരി ഗുഡ്. ബെറ്റർ ആയിട്ട് അതിന് കാർട്ടീഷ്യനോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കമ്പോണന്റോ എന്നും പറയാം. ഓക്കെ, സിംബോളിക് ഓർ റെക്ടാങ്കുലർ കമ്പോണന്റ് ഓർ പിന്നെന്താണ് പറയുക, കാർട്ടീഷ്യൻ ഫോം. സിംബോളിക് ഫോം, കാർട്ടീഷ്യൻ ഫോം ഓർ റെക്ടാങ്കുലർ ഫോം, ഏത് പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ, ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻ ട്രിഗണോമെട്രിക്കൽ, പോളാർ ആൻഡ് എക്സ്പോണൻഷ്യൽ. അതായത് ബാക്കിയുള്ള ഫോമുകളിലേക്കൊക്കെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് എന്റെ ട്രിഗണോമെട്രിക്കൽ ഫോം, എങ്ങനെയാണ് അത് ഉണ്ടാവുക, ഏത് ഫോമിലാണ് അത് എഴുതാൻ പറ്റുക? ആരാ പറയാ?
ഏത് ഫോമിലാണ് എനിക്ക് ട്രിഗണോമെട്രിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും? E is equal to E into cos theta plus J sin theta. Very good, very good, very good. As E equal to E vector equal to E magnitude into cos theta plus J sin theta നമ്മൾ കണ്ടതാണ്. Okay, that is trigonometrical form. ഇനി പോളാർ ഫോമിൽ എങ്ങനെ എഴുതാന്ന് ആരെയും പറയൂ. പോളാർ ഫോമിൽ പോളാർ ഫോം വളരെ എളുപ്പമല്ല, ഏറ്റവും എളുപ്പം പോളാർ ഫോം ആണ് എഴുതാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ല അതിൽ. എങ്ങനെയാ ചെയ്യാ? Yes, very good, very good. E angle theta, very good. So E angle theta ആണ് നമ്മുടെ പോളാർ ഫോം. എക്സ്പോണൻഷ്യൽ ഫോം ആണ് അതും അതേപോലെ തന്നെയാണ് E into E raised to J theta. അതാണ് എല്ലാ ഫോമുകളും. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഫോമുകളിൽ എന്തൊക്കെയാണ് അൺനോൺ? ആകെ രണ്ട് ക്വാണ്ടിറ്റികൾ മാത്രമേ ഉള്ളൂ അൺനോൺ. ഫസ്റ്റ് വൺ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. Okay, second one is the angle which is made from the positive x axis. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇക്ക് പകരം വി ആണ് എന്റെ വെക്ടർ, അത്രേ ഉള്ളൂ. ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ EMF ആയിരുന്നു എടുത്തിരുന്നത്, ഇത് വോൾട്ടേജ് വി, അത്ര രണ്ടും ഒരേ സാധനം തന്നെയാണ് ഏകദേശം. ഓക്കെ, സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണുക? അതും കൂടി ഒരാൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോവാം. എങ്ങനെയാ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റുക? ഒരു വെക്ടറിന് നമ്മൾ റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ലെങ്ത്? അല്ലെങ്കിൽ ഇവിടെയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ വെക്ടർ. അതെന്താ വെക്ടർ ആവാൻ കാരണം? റിയൽ പാർട്ട് 5 അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പോണന്റ് 5 പ്ലസ് ജെ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇതേ ഡയറക്ഷനിലായിരിക്കുമോ? അല്ല, അത് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഇങ്ങനെയുള്ള ഒരു വെക്ടർ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ അത് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് പറയാൻ കാരണം. ബിക്കോസ് ജെ മേക്സ് ദാറ്റ് 12 ടു റൊട്ടേറ്റ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് ഇത് ഈ ഡയറക്ഷൻ ഉണ്ടാവാൻ കാരണം. സോ 5 പ്ലസ് ജെ 12 കിട്ടി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കിട്ടണം. വളരെ എളുപ്പമാണ്. നമുക്കറിയാം റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഓക്കെ, അത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാന്നേ ഉള്ളൂ. ദിസ് ഇസ് അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ലെങ്ത് സ്ക്വയർ, ഓക്കെ, ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആണ് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ ലെങ്ത്. അതാണ് എന്റെ പോളാർ ഫോമിൽ, ട്രിഗണോമെട്രിക്കൽ ഫോമിൽ, എക്സ്പോണൻഷ്യൽ ഫോമിൽ ഒക്കെ ഉള്ള ഫസ്റ്റ് ആ ഇ എന്ന് പറയുന്ന സംഭവം. ദാറ്റ് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓർ ലെങ്ത് ഓഫ് ദ വെക്ടർ. അപ്പൊ അത് നമുക്ക് കിട്ടി. ആൻഡ് നെക്സ്റ്റ് തിങ് വാട്ട് ഐ നീഡ് ടു ഗെറ്റ് ഇസ് ദ ആംഗിൾ വിച്ച് ഇസ് മെയ്ഡ് ഫ്രം ദ പോസിറ്റീവ് എക്സ് ആക്സിസ്, അതായത് ഈ തീറ്റ. എനിക്കറിയാം ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡ് ബൈ റിയൽ പാർട്ട്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അത് മനസ്സിലാക്കുക, അത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ടാൻ തീറ്റ എടുത്തു നോക്കൂ നിങ്ങൾ. പക്ഷെ എപ്പോഴും ടാൻ തീറ്റ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എടുത്ത് എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതിന് തീറ്റ എങ്ങനെ കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അത് തന്നെയാണ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്ന് പറഞ്ഞാലും. സോ ഇനി നിങ്ങൾ എപ്പോഴും ടാൻ തീറ്റ എടുക്കാൻ നിൽക്കണ്ട. യു നോ ദാറ്റ് എപ്പോഴും ഇങ്ങനെ ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ that angle will be always tan inverse b by a, that small angle. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് ഇവിടെ ഉള്ളൊരു സംഭവം തന്നിട്ടില്ലെങ്കിൽ കാര്യം മാറും. അപ്പൊ എനിക്ക് വേറെ ആംഗിളാ കിട്ടുക, അതിന് എനിക്ക് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കണം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ദിസ് ഇസ് എ വെരി സിമ്പിൾ പ്രോബ്ലം. അപ്പൊ എനിക്ക് ഇങ്ങനെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 ആണ്. 13. ഓക്കെ, അതാണ് അതിന്റെ ലെങ്ത് ഓഫ് ദ വെക്ടർ ഇസ് നത്തിങ് ബട്ട് 13 വോൾട്ട്. ഇവിടെ യൂണിറ്റ് വോൾട്ട് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് വോൾട്ട്. എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിറ്റ് എഴുതണം, മറക്കരുത്. 13 വോൾട്ട്. നെക്സ്റ്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്നും പറയും. ഓക്കെ, അതേപോലെ തന്നെ ഈ മാഗ്നിറ്റ്യൂഡിന് മോഡുലസ് എന്ന വാക്ക് ഉപയോഗിക്കാം. മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഇസ് ഓൾസോ ദർ. ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ്, ബോത്ത് ഐ ക്യാൻ യൂസ്. സോ മോഡുലസ് ഇസ് അനദർ വേർഡ് ഫോർ മാഗ്നിറ്റ്യൂഡ്. Then argument or phase angle. Phase angle is this angle and it can be called as argument also. അതെങ്ങനെയാ കിട്ടുക? tan inverse imaginary part divided by real part. That is nothing but 67.38 degree. Or you can write it in radians also. റേഡിയനിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ റേഡിയൻസിലും കിട്ടി. ഓക്കെ,
ഇനി എനിക്ക് എന്ത് ചെയ്യണം, അതിന് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഡിഫറെന്റ് ഫോംസ്. ഒന്നുമില്ല, ഇനി വളരെ എളുപ്പമാണ്. ജസ്റ്റ് അതിന്റെ ജനറൽ കോൺഫിഗറേഷനിൽ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ജനറൽ ഫോമിൽ ഈ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ട്രിഗ്നോമെട്രിക്കലി എനിക്കറിയാം എന്തായിരുന്നു, ഇ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നായിരുന്നു. ഇ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. സോ ഇറ്റ് ഇസ് 13 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. വെരി ഈസി. ആൻഡ് ദ നെക്സ്റ്റ് ഫോം ഇസ് പോളാർ ഫോം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇ ആംഗിൾ തീറ്റ. അവിടെയും ഇ ആംഗിൾ തീറ്റ. ആ തീറ്റയ്ക്ക് യൂണിറ്റ് എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതണം. either you can write it as degree, അതായത് 67.38 എഴുതാണ് ഡിഗ്രി എന്ന് എഴുതാം. പക്ഷെ ഇത് എഴുതുകയാണെങ്കിൽ അവിടെ റേഡിയൻ എന്ന് എഴുതണം. ഓക്കെ, റേഡിയൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സി ആണ്. അതിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് സ്മോൾ സി എഴുതിയാലാണ് റേഡിയൻ എന്ന് വായിക്കുക. ഓക്കെ, ഇനി എക്സ്പോണൻഷ്യൽ ഫോം ഇവിടെ ഇതേപോലെ തന്നെ 13 e raised to j തീറ്റ ഇവിടെ റേഡിയനിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ റേഡിയനിലാണുള്ളത്. തീറ്റന്റെ SI യൂണിറ്റ്, അത് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് ആണ്. സോ ഇൻ മെനി കേസ് യു വിൽ യൂസ് തീറ്റ ആസ് റേഡിയൻ. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ഫോമും നമുക്ക് കിട്ടി. ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ, വെരി വെരി ജനറിക് ക്വസ്റ്റ്യൻ. ഇനിയാണ് നമ്മുടെ ഇതിന്റെ ഓപ്പറേഷൻസിലേക്ക് നമ്മൾ കിടക്കുന്നത്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ. അപ്പോൾ കഴിഞ്ഞ നിങ്ങളുടെ സിറ്റർ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ വേറൊരു തരത്തിലായിരുന്നു. ഏതൊരു രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണമെങ്കിലും അതിന്റെ രണ്ടിന്റെ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. സെയിം സംഭവം തന്നെയാണ്. വി ആർ യൂസിങ് ദ നൊട്ടേഷൻ ഫോർ ഇറ്റ്. ഇഫ് യു യൂസ് ദിസ് നൊട്ടേഷൻ വൈസ് കാൽക്കുലേഷൻ, ഇറ്റ് ഇസ് വെരി ഈസി. സോ വി വിൽ ഫോളോ ദിസ് കൈൻഡ് ഓഫ് നൊട്ടേഷൻ വൈസ് കാൽക്കുലേഷൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, എയ്തർ യു ക്യാൻ യൂസ് പാരലലോഗ്രാം ലോ ഓർ യു ക്യാൻ യൂസ് ട്രയാങ്കുലർ ലോ. ഓക്കെ, നിങ്ങൾ പാരലലോഗ്രാം ലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് വെക്ടേഴ്സും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പാരലലോഗ്രാം വരയ്ക്കും. അതിന്റെ ഡയഗണലായിരിക്കും നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ. ഇനി നിങ്ങൾ ട്രയാങ്കുലർ ഫോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു വിൽ പ്ലേസ് വൺ വെക്ടർ ഫസ്റ്റ്, എന്നിട്ട് സെക്കൻഡ് വെക്ടർ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ഫസ്റ്റ് വെക്ടർ അവസാനിക്കുന്ന പോയിന്റിൽ നിന്ന് സെക്കൻഡ് വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ ഈ E2 എന്ന് പറഞ്ഞ വെക്ടറെ ഞാൻ പ്ലേസ് ചെയ്യുക ഈ E1ന്റെ എൻഡിലാണ്, ഇവിടെ പ്ലേസ് ചെയ്യും. ഈ ഡോട്ടഡ് ലൈൻ ആയിരിക്കും ആ കേസിൽ എന്റെ E2. സോ ഈ രണ്ട് വെക്ടറുകൾ ക്ലോസ് ചെയ്യുന്ന ട്രയാങ്കുലർ സൈഡ് ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വാല്യൂ. എങ്ങനെ ചെയ്താലും ഈ റിസൾട്ടന്റ് ഈ പറഞ്ഞ സാധനം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ F എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് റിസൾട്ടന്റ് കിട്ടുക. ഓക്കെ, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, ബിക്കോസ് ദിസ് ഇസ് എ വെക്ടർ. സോ resultants magnitude as well as direction both are very important. So whenever you are asked to find any resultant, you have to find the magnitude as well as the direction or as well as the angle. Okay, അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ E1, അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യണമെങ്കിൽ റെക്ടാങ്കുലർ ഫോം ഇസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് മെത്തേഡ്. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് റെക്ടാങ്കുലർ മെത്തേഡ് ആണ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഇസ് ദ റെക്ടാങ്കുലർ മെത്തേഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് വെക്ടേഴ്സ് ഉണ്ട് E1 ആൻഡ് E2. E1 can be written as, E1 is resolved into two components, ഒരു X component ഒരു Y component ഉണ്ട്. ഓക്കെ, സോ E1 can be written as എന്തെന്ന് എഴുതാം, A1 plus P1 എഴുതാൻ പറ്റുമോ? ഇല്ല, A1 plus JB1 because it is rotated by 90 degree. ഇതിന്റെ അതേ ഡയറക്ഷനിലല്ല. ഓക്കെ, so E1 can be written as A1 plus JB1 and E2 can be written as, ഇവിടെ എന്റെ കമ്പോണന്റ് എനിക്ക് A2 എന്ന് എഴുതാം. E2ന്റെ y x axis കമ്പോണന്റ് A2 എന്ന് എഴുതാൻ പറ്റും. So E2 can be written as A2 plus JB2. This is the B2. Okay, so ശ്രദ്ധിക്കണം, ഇവിടെ E1 can be written as A1 plus JB1, E2 can be written as A2 plus JB2. So when I add these two things, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരേ ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുക. ഹിയർ ഏതൊക്കെയാണ് ഒരേ ഡയറക്ഷൻ ഉള്ളത്? A1ഉം A2ഉം ഒരേ ഡയറക്ഷൻ ആണ്. കാരണം ബോത്ത് ആർ ഇൻ ദ എക്സ് ഡയറക്ഷൻ. ലീനിയർ ആണ്, രണ്ടും ഒരേ ലൈനിലാണ്. എനിക്ക് രണ്ടും ഒരേ ലൈനിൽ വരുന്ന സാധനത്തിന് ആഡ് ചെയ്തൂടെ? ഒരേ ലൈനിൽ വരുന്ന സാധനത്തിന് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് എക്സിലും ഒന്ന് വൈയിലും ആണ്, എനിക്ക് രണ്ടും കൂടി ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബോത്ത് ആർ ദർ ഇൻ ദ ഡിഫറെന്റ് ഡയറക്ഷൻസ്. സോ ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് A1 and A2 are in the same direction. So I can add these two directly. ഇപ്പൊ A1 1ഉം A2 2 ആണെങ്കിൽ എനിക്ക് 1 plus 2 3 എന്ന് എഴുതാൻ പറ്റും.
സോ ഞാൻ ഇതിന്റെ റിയൽ പാർട്ട് മാത്രം ഒരുമിച്ച് എഴുതി A1 plus A2 because I can add these things to make a single value. And JB1 JB2 നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടും ഏത് ഡയറക്ഷനിലാണ്? Y ഡയറക്ഷനിലാണ്. സോ ഐ ക്യാൻ ആഡ് ദോസ് ടു തിങ്സ്. Y ഡയറക്ഷനിലെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എനിക്ക് ആഡ് ചെയ്യാം ബിക്കോസ് ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷൻ. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? JB1 plus JB2നെ J into B1 plus B2 എന്ന് എഴുതാം. J കോമൺ ആയിട്ട് എടുത്തിട്ട് B1 ഉം B2 ആഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ അപ്പൊ എനിക്ക് റിസൾട്ടന്റ് കിട്ടി. ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് റിസൾട്ടന്റ് കിട്ടി. നോക്കുക, നമ്മൾ മാത്തമാറ്റിക്കലി ആണ് ഇത് ഫോളോ ചെയ്തത്, ഡയഗ്രാം വൈസ് അല്ല. ഓക്കെ, ഗ്രാഫ് വെച്ചിട്ടല്ല ഞാൻ ഇത് ആൻസറിലേക്ക് പോയത്. ഞാൻ ജസ്റ്റ് മാത്തമാറ്റിക്കലി ഈ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തു. whenever I add these two vectors mathematically, I added the real parts together and imaginary parts together, and this is my resultant vector. ഈ വെക്ടർ ആണ് എന്റെ റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. രണ്ട് വെക്ടേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ദ റിയൽ പാർട്സ് ടുഗദർ ടു ഗെറ്റ് ദ റിയൽ പാർട്ട് ഓഫ് ദ റിസൾട്ട്, ആഡ് ദ ഇമാജിനറി പാർട്ട് ടു ഗെറ്റ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ദ റിസൾട്ട്. അപ്പൊ എനിക്ക് ഒരു റിസൾട്ടന്റ് വെക്ടർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് അതിന് പോളാറിലേക്കോ എന്ത് ഫോമിലേക്ക് വേണേ മാറ്റാം. ബിക്കോസ് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടും? ഇതൊരു ഒറ്റ വാല്യൂ ആണ്. ഇത് ചിലപ്പോൾ 3 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും, ഇത് ചിലപ്പോൾ 5 എന്നുള്ള വാല്യൂ ആയിരിക്കും. സോ എനിക്ക് എങ്ങനെ റിസൾട്ട് കിട്ടും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഓർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് whenever you get an answer, എന്താണ് ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സോ എനിക്ക് കിട്ടിയ വെക്ടർ എന്താന്ന് നോക്കാം. ഞാൻ ഈ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വെക്ടർ ഇതേ സാധനം തന്നെ എനിക്ക് കിട്ടിയത്. ഇതേ എഫ് എന്ന വെക്ടർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഈ എഫിന്റെ റിയൽ പാർട്ട് നോക്കിയാൽ അത് A1 plus A2 ആയിരിക്കും. ഈ എഫിന്റെ ഇമാജിനറി പാർട്ട് നോക്കിയാൽ അത് B1 plus B2 ആയിരിക്കും. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ വെക്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്താ ചെയ്യുക? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇനി അതിന്റെ ആംഗിൾ തീറ്റ കിട്ടാൻ എന്ത് ചെയ്യും? അതും എനിക്കറിയാം. ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡ് ബൈ റിയൽ പാർട്ട്. ടാൻ ഇൻവേഴ്സ് B1 plus B2 ആണ് ഇതിന്റെ ഇമാജിനറി പാർട്ട്, അത് ഡിവൈഡ് ബൈ A1 plus A2. വളരെ എളുപ്പമാണ്. സോ ദ അഡീഷൻ ഇസ് സിംപ്ലിഫൈഡ് ഹിയർ. ഈ മെത്തേഡിൽ നിങ്ങളുടെ അഡീഷൻ സിംപ്ലിഫൈ ആയി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എങ്ങനെയാണ്? സിറ്റർ ക്ലാസ്സിൽ എങ്ങനെയാണ് കണ്ടത്? E1 ഉം E2 സബ്ട്രാക്ട് ചെയ്യുന്ന നേരത്ത് എനിക്ക് E1 മൈനസ് E2 അല്ലെ, E1 മൈനസ് E2 ആണ് രണ്ട് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, രണ്ട് വെക്ടേഴ്സിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? E1 പ്ലസ് മൈനസ് E2 എന്ന് എഴുതിക്കൂടെ? അതല്ലേ സബ്ട്രാക്ഷൻ. അതായത് മൈനസ് E2 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വെക്ടറിന്റെ നേരെ റിവേഴ്സ് ആണ്. സോ E2 ഇതാണെങ്കിൽ നേരെ റിവേഴ്സ് ആണ് മൈനസ് E2. ഓക്കെ, സോ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വെക്ടേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത്. E1ന് E2നെ ആഡ് ചെയ്യല്ല, E1നെയും മൈനസ് E2നെ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വെക്ടർ ആണ് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ. അതൊക്കെ നിങ്ങൾ ഗ്രാഫിക്കലി ആലോചിക്കുന്ന സമയത്താണ്. ഇത് വളരെ സിമ്പിൾ ആണ്, മാത്തമാറ്റിക്കലി വളരെ സിമ്പിൾ ആണ്. ഒരേ ആൻസർ നിങ്ങൾക്ക് കിട്ടുക, അതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ മാത്തമാറ്റിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ. വെൻ യു ആർ സബ്ട്രാക്ടിങ് E1 and E2, so you can write it like this: A1 plus JB1 minus A2 plus JB2. ഞാൻ പറഞ്ഞു, രണ്ട് ജെ ഇല്ലാത്ത രണ്ട് കമ്പോണന്റുകൾ ഒരേ ഡയറക്ഷനിലാണ്, ജെ ഉള്ള രണ്ട് കമ്പോണന്റുകൾ വേറെ സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഐ ക്യാൻ ഗ്രൂപ്പ് ദീസ് ടു ടുഗദർ. A1 മൈനസ് A2 എന്ന് എഴുതിക്കൂടെ? പ്ലസ് ജെനെ ഞാൻ കോമൺ എടുത്താൽ B1 മൈനസ് B2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. വെരി സിമ്പിൾ. എന്താണ്? രണ്ട് വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദ റിസൾട്ടന്റ് വെക്ടർ is having a real part. Real part എങ്ങനെയാ കിട്ടിയത്? It is the subtraction of the two real parts of the component vectors. ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിയൽ പാർട്ടുകളുടെ സബ്ട്രാക്ഷൻ ആണ് റിസൾട്ടന്റിന്റെ റിയൽ പാർട്ട്. ഇനി ഇമാജിനറി പാർട്ട് നോക്കുമ്പോഴോ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇമാജിനറി പാർട്ടുകളുടെ സബ്ട്രാക്ഷൻ ആണ് റിസൾട്ടിന്റെ ഇമാജിനറി പാർട്ട്. വെരി സിമ്പിൾ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പൊ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതോടെ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ എന്ത് ഫോമാണ്? റെക്ടാങ്കുലർ ഫോം ആണ്. If you want to convert it into polar form, no problem at all. എങ്ങനെയാ ചെയ്യുക? റൂട്ട് ഓഫ്
റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ആംഗിൾ കിട്ടാനോ ഒരു പ്രശ്നവും എങ്ങനെയാണ്? ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡ് ബൈ റിയൽ പാർട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് ക്വാഡ്രന്റാന്നുള്ള ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ വാല്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ഒക്കെ കിട്ടാം. 2 - 3j എന്നൊക്കെ കിട്ടാം. 2 - 3j എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. 2 - 3j അത് എന്റെ വെക്ടർ ഇങ്ങനെ വരും. ഇതായിരിക്കും 2 - 3j എന്ന് വരിക. ഓക്കെ, സോ ആ സമയത്ത് നിങ്ങൾ തീറ്റ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തീറ്റ ഇതായിരിക്കും. ടാൻ ഇൻവേഴ്സ് b/a ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തീറ്റ ഇതായിരിക്കും. ഓക്കെ, സോ ഓൾവേസ് എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് തീറ്റ. അപ്പൊ എനിക്ക് ഇത് കിട്ടിയതിന്റെ മൈനസ് തീറ്റ എന്ന് എടുക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. സിൻസ് ദിസ് ഇസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ സബ്ട്രാക്ഷൻ ഉള്ളത്. സബ്ട്രാക്ഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഏറ്റവും എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് റെക്ടാങ്കുലർ ഫോമിലാണ്. റിയൽ പാർട്ടുകൾ സബ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ സബ്ട്രാക്ട് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ റിസൾട്ടന്റ് വെക്ടർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം, അതിന്റെ എന്താ പറയാ ആംഗിൾ എങ്ങനെ കാണാം എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യണ്ട. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. നിങ്ങൾ നൊട്ടേഷൻ വൈസ് ഇതാണ് ജെ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക പ്രോബ്ലം. സോ ദിസ് വിൽ ബി ദ സിംപ്ലസ്റ്റ് വേ. അപ്പൊ ഇത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം കാണാം, വളരെ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ആഡ് ദ ഫോളോയിങ് വെക്ടേഴ്സ് ഗിവൺ ഇൻ റെക്ടാങ്കുലർ ഫോം ആൻഡ് ഇല്ലസ്ട്രേറ്റ് പ്രോസസ് ഗ്രാഫിക്കലി. നിങ്ങൾ റിസൾട്ടന്റ് കാണുക, രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിന്റെ റിസൾട്ട് നിങ്ങൾ ഗ്രാഫിക്കലി ആയിട്ടും കാണിക്കുക. അതാണ് ചോദ്യം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ്? എ അറിയാം, ബി അറിയാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സി എന്ന് ഞാൻ വിളിച്ചു അതിന്റെ പേര്. എ എഴുതി പ്ലസ് ബി എഴുതി. ഞാൻ പറഞ്ഞ പോലെ റിയൽ പാർട്ടുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. 16 ഇവിടെ ആഡീഷൻ -6 ആണ്. സോ 16 - 6 10 ഇസ് ദ റിയൽ പാർട്ട് റിസൾട്ടിന്റെ. ഇനി J12 പ്ലസ് J10.4 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 22.4 വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ റിസൾട്ട്. സിമ്പിൾ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. വെൻ യു ആർ ആഡിങ് ദീസ് ടു വെക്ടേഴ്സ് ഇൻ റെക്ടാങ്കുലർ ഫോം ഇറ്റ് ഇസ് ദ വെരി സിംപ്ലസ്റ്റ് തിങ്. ഓക്കെ, ഇനി അതിന് ഇത് വരയ്ക്കണം, എല്ലാം എനിക്ക് വരയ്ക്കണം. ഒന്നുകിൽ ഗ്രാഫിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് എ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 16 ലെങ്ത് എടുക്കുക, 12 ലെങ്ത് മുകളിലേക്ക് എടുക്കുക. ഇതായിരിക്കും എൻ്റെ എ. അല്ലെങ്കിൽ ഇനി മാഗ്നിറ്റ്യൂഡ് എനിക്ക് കാണാൻ വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണുക, ആംഗിൾ കാണുക. എന്റെ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. എന്റെ ആംഗിൾ ഇങ്ങനെ കിട്ടും ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ 36.9. അപ്പൊ 36.9 ഞാൻ എ വരച്ചു, ആ ലെങ്ത് കൊടുത്ത് വരച്ചു. യു ക്യാൻ ഫോളോ എനിത്തിങ്, എയ്തർ യു ക്യാൻ ഗോ ബൈ ദിസ് ഓർ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ പോളാർ ഫോം. അതായത് മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടിട്ട് ചെയ്യാം. സോ എ വരച്ചു, അതേപോലെ ബി വരച്ചു. ബി ഇസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്? -6 ആണ്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. മൈനസ് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സോ ബി സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, എ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ കണ്ടോ, ഇവിടെ ബി കണ്ടോ? ബി സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ടാൻ ഇൻവേഴ്സ് ഇവർ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കണ്ട. ടാൻ ഇൻവേഴ്സ് b/a ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് വെച്ച് മാത്രം ചെയ്യുക. ടാൻ ഇൻവേഴ്സ് 10.4/6 മാത്രം ചെയ്യുക. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ ആയിരിക്കും. സോ പോസിറ്റീവ് എക്സ് ആക്സിസ് കിട്ടണമെങ്കിൽ 180 മൈനസ് ഈ പറഞ്ഞ ആംഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അത് നിങ്ങൾ ആ ടേബിൾ ഞാനൊരു ഫിഗർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ് എല്ലാ കൺവേർഷൻസും. ഇത് നിങ്ങൾ ഒന്ന് പഠിക്കുക, വളരെ എളുപ്പമാണ്. വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈനുകൾ എടുക്കണ്ട. ടാൻ ഇൻവേഴ്സ് വെറും മാഗ്നിറ്റ്യൂഡുകൾ മാത്രം എടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് b/a ചെയ്യുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് 10.4/6 മാത്രം ചെയ്താൽ മതി. എന്നിട്ട് 180 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, ഒക്കെ നിങ്ങളുടെ ആ ക്വാഡ്രന്റ് അനുസരിച്ച് ചെയ്യാം. സോ നിങ്ങൾ എയും ബിയും വരച്ചു, സിയും വരയ്ക്കുക. സിന്റെ ആൻസർ എനിക്ക് കിട്ടി. സിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? √10² പ്ലസ് 22.4². അത് കിട്ടി. അതിന്റെ തീറ്റ കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് സിയും വരയ്ക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതിലൊന്നും ചിന്തിക്കാനില്ല, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് അഡീഷൻ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. 2 vectors a and b are represented by 30 plus j52 and b is equal to ഒരു വാല്യൂ തന്നിട്ടുണ്ട്. Subtract b from a and express the result in the polar form. ശ്രദ്ധിക്കണം, ഇവിടെ വേർഡിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. സബ്ട്രാക്ട് b from a എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് a - b ആണോ b - a ആണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ട് ആൻസർ വ്യത്യാസം ഉണ്ടാവും, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. സോ സബ്ട്രാക്ട് b from a എന്ന് പറഞ്ഞാൽ
ബി കുറയ്ക്കുക, എന്തെന്ന് എയിൽ നിന്ന് കുറയ്ക്കുക. ദാറ്റ് മീൻസ് എ മൈനസ് ബി. കൺഫ്യൂസ്ഡ് ആവരുത്. സബ്ട്രാക്ട് ബി ഫ്രം എ മീൻസ് ബി ഈസ് ഗെറ്റിംഗ് സബ്ട്രാക്റ്റഡ് ഫ്രം എ. ദാറ്റ് ഇസ് എ മീനിങ്. ഓക്കെ, അപ്പൊ എ മൈനസ് ബി കാണുക ആൻഡ് എക്സ്പ്രസ് ദാറ്റ് റിസൾട്ട് ഇൻ പോളാർ ഫോം. ഓക്കെ, ഇതിൽ നമുക്ക് ക്വാഡ്രന്റുകൾ ഇപ്പൊ എന്റെയും ബിന്റെയും ക്വാഡ്രന്റ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എയും ബിയും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോളാറിലേക്ക് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ എന്റെയും ബിന്റെയും ക്വാഡ്രന്റ് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയാം എ ഇസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് because both real as well as imaginary parts are positive and B is in the third quadrant. അപ്പോൾ ഇത് ഞാൻ അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം റിസൾട്ട് എന്തായാലും ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ബി തേർഡ് ക്വാഡ്രന്റ് ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ബി എടുക്കണം. അപ്പൊ ഇങ്ങനെ വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ വരുള്ളൂ. ഇനി അതൊന്നും വേണമെന്നില്ല, നിങ്ങൾ ഗ്രാഫിക്കലായിട്ട് ആലോചിക്കണമെന്നില്ല, മാത്തമാറ്റിക്കലായി പോയിക്കോളൂ. നിങ്ങൾ എന്താ എ മൈനസ് ബി ചെയ്യണം, അത്രല്ലേ ഉള്ളൂ. എ ഉണ്ട്, ബി ഉണ്ട്, ബോത്ത് ആർ ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. സിംപ്ലി ഐ ക്യാൻ ഫൈൻഡ് ദ റിസൾട്ടന്റ് മീൻസ് സബ്ട്രാക്ഷൻ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇട്ടു മൈനസ് ബി ഇട്ടു, എന്നിട്ട് മൈനസ് ഞാൻ ഉള്ളിലേക്ക് എടുത്തു, ഒന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ റിയൽ പാർട്ടുകളെ മാത്രം ആഡ് ചെയ്തു ഫസ്റ്റ്. സോ ഐ ഗോട്ട് ദ റിയൽ പാർട്ട് ഓഫ് ദ റിസൾട്ട്. ദെൻ ഇമാജിനറി പാർട്ടുകളെ മാത്രം എടുത്ത് ഞാൻ ആഡ് ചെയ്തു. ദെൻ ഐ ഗോട്ട് ദ ഇമാജിനറി പാർട്ട് ഓഫ് ദ റിസൾട്ട്. ഇതാണ് എന്റെ റിസൾട്ട്. ദിസ് ഇസ് ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. നൗ ഐ ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പോളാർ. പോളാറിലെ ആക്കാൻ എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് കിട്ടിയ എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. വെരി ഈസി. റൂട്ട് ഓഫ് 69.5 സ്ക്വയർ പ്ലസ് 66.36 സ്ക്വയർ, അത് കിട്ടി. ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ആംഗിൾ ആണ്. ആംഗിൾ ഈക്വൽ ടു ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും നോക്കണ്ട, പോസിറ്റീവ് എക്സ് ആക്സ് എന്നുള്ള ആംഗിൾ തന്നെയാണ് എനിക്ക് കിട്ടുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയ റിസൾട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എനിക്ക് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആംഗിൾ എന്തായാലും ഈ തീറ്റ തന്നെ ആയിരിക്കും. സോ ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് 180 ആൻഡ് ഓൾ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്യാം. എനിക്ക് കിട്ടിയ ആംഗിൾ തന്നെയാണ് എന്റെ ആംഗിൾ. എനിക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, ആംഗിൾ കിട്ടി, അതിന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി. ദെൻ ഐ ഗോട്ട് ദ റിസൾട്ട്. മനസ്സിലായോ? ഇതാണ് എന്റെ വളരെ എളുപ്പമുള്ള സബ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പൊ നേരത്തെ ആരോ ചോദിച്ചിട്ടില്ലായിരുന്നോ സബ്ട്രാക്ഷന്റെ കാര്യമൊക്കെ? ഇത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഇസ് വെരി സിമ്പിൾ അല്ലേ? മറ്റേ പോലെ നിങ്ങൾ ഓരോ കമ്പോണന്റുകൾ എടുക്കാൻ നിൽക്കേണ്ട, ഒന്നും വേണ്ട. ഡയറക്റ്റ് ആയി. പക്ഷെ ഇതെന്താണ്, ഈ കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്ടർ റെക്ടാങ്കുലർ ഫോമിൽ തന്നത് കൊണ്ടാണ്, അത് മറക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് വെക്ടറുകൾ ഡയറക്റ്റ് ആയിട്ട് റെക്ടാങ്കുലർ കമ്പോണന്റിൽ തരണം എന്നില്ല. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ റെക്ടാങ്കുലർ ഫോം. ദെൻ യു ഹാവ് ടു ഗോ ഫോർ ദിസ് പ്രോസസ്. ഓക്കെ, സോ ആ കാര്യം ഒന്ന് ഓർമ്മിക്കുക. ചിലപ്പോൾ വെക്ടറുകൾ ഡയറക്റ്റ് ആയിട്ട് റെക്ടാങ്കുലർ ഫോമിൽ തരണമെന്നില്ല. ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ് റെക്ടാങ്കുലർ. Then go for this process, addition or subtraction. So that is how we will proceed. This is very easy ഞാൻ വിചാരിക്കുന്നു, കാരണം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ലെവൽ ഇസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ വെരി ഈസി ഇൻ പോളാർ ഫോം ഓർ എക്സ്പോണൻഷ്യൽ ഫോം, നോട്ട് ഇൻ റെക്ടാങ്കുലർ ഫോം. ആ കാര്യം ഒന്ന് ആലോചിക്കുക. മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എളുപ്പം റെക്ടാങ്കുലർ ഫോമിലല്ല, പോളാർ ഫോമിലാണ്. പക്ഷെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആർ ഈസി ഇൻ റെക്ടാങ്കുലർ ഫോം, നോട്ട് ഇൻ പോളാർ ഫോം ആൻഡ് ട്രിഗണോമെട്രിക്കൽ ഓർ എക്സ്പോണൻഷ്യൽ എനി അതർ ഫോം. ഒന്നുകൂടി ഞാൻ പറയാണ്, അഡീഷൻ സബ്ട്രാക്ഷൻ എളുപ്പം റെക്ടാങ്കുലർ ഫോമിലാണ്, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പം പോളാർ ഫോം ഓർ എക്സ്പോണൻഷ്യൽ ഫോമിലാണ്. ഈ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. എന്താണ് തെളിയിച്ചു തരാൻ പോവാണ്, ശ്രദ്ധിക്കുക. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരും, പക്ഷെ ദിസ് ഇസ് ടഫ് ബിക്കോസ് ദീസ് ആർ ഗിവൺ ഇൻ റെക്ടാങ്കുലർ ഫോം. എ എന്ന് പറയുന്നത് A1 plus JB1 ആണ്, ബി എന്ന് പറയുന്നത് A2 plus JB2 ആണെന്ന് വിചാരിക്കുക. വെൻ ഐ മൾട്ടിപ്ലൈ ദീസ് ടു തിങ്സ്, എങ്ങനെ നിങ്ങൾ ഒരു സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും? A plus B into C plus D എങ്ങനെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും, ഇതിന്റെ ഫസ്റ്റ് തിങ് മൾട്ടിപ്ലൈഡ് വിത്ത് സെക്കൻഡ് തിങ്, ദെൻ സെക്കൻഡ് തിങ് ഇതിന്റെ ഫസ്റ്റും മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഇതിന്റെ സെക്കൻഡും ഇതിന്റെ ഫസ്റ്റും മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഇതിന്റെ ഫസ്റ്റും, അല്ല അങ്ങനെ തന്നെയല്ല ചെയ്യുക, സോറി, ഇതിന്റെ സെക്കൻഡും ഇതിന്റെ ഫസ്റ്റും ഇതിന്റെ സെക്കൻഡും ഇതിന്റെ സെക്കൻഡും, ആ രീതിയിൽ എല്ലാ കോമ്പിനേഷൻസും എടുത്ത് നിങ്ങൾ ആഡ് ചെയ്യല്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും പ്രൊസീഡ് ചെയ്യണം. ഫസ്റ്റ് നോക്കൂ, A1 മൾട്ടിപ്ലൈ ചെയ്തു, സോ A1 A2 മൾട്ടിപ്ലൈ ചെയ്തു, A1 A2 എന്നുള്ള ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് A1 JB2,
അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള A1 JB2 ഈ ടേം. അതിൽ ജെ കോമൺ എടുത്തു എന്നേ ഉള്ളൂ, പേടിക്കണ്ട. A1 JB2. നെക്സ്റ്റ് പിന്നെന്താണ് JB1A2, അതാണ് ഈ ടേം. B1A2 ജെ കോമൺ എടുത്താണ്. ഓക്കെ, ദെൻ ദീസ് ടു തിങ്സ് JB1B2. ജെ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയറിന്റെ വാല്യൂ എനിക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ് കഴിഞ്ഞ സെഷനിൽ. ഇറ്റ് ഇസ് -1. I സ്ക്വയറിന്റെ അതേ വാല്യൂ തന്നെയാണ് ജെ സ്ക്വയറിന്റെ വാല്യൂ. സോ -1 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? A1A2 - B1B2 എന്ന് വരും. ദിസ് ഇസ് ദ റിയൽ പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ ഇമാജിനറി പാർട്ട്. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് സംഭവം ജെ ഇല്ലാതെ വരും, രണ്ട് സംഭവം ജെ ഉണ്ടായിട്ട് വരും. ഓക്കെ, ജെ സ്ക്വയർ വരുന്നതുകൊണ്ട് ഇതിന്റെ ജെ സ്ക്വയർ അങ്ങോട്ട് പോയി റിയൽ മാത്രമായിട്ട് മാറും. അത് അങ്ങനെയാണ് ഇത് റിയൽ പാർട്ട് കിട്ടുന്നത്, ഈ പാർട്ട് ഇമാജിനറി കിട്ടുന്നത്. സോ ദിസ് ഇസ് എ കോംപ്ലക്സ് തിങ്, യു ഹാവ് ടു ഡു ഓൾ ദ കോമ്പിനേഷൻസ്. ഇനി ഇത് കിട്ടിയാലും കഴിഞ്ഞിട്ടില്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് കാണണം. റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. കാരണം എന്താണ്? ഒരു പ്രോബ്ലത്തിൽ ഇരുപത് ചിലപ്പോൾ 2 ആയിരിക്കും, ഇത് 3 ആയിരിക്കും. സോ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അത്രയേ ഉള്ളൂ. ആൻഡ് തീറ്റ എനിക്കറിയാം, tan ഇൻവേഴ്സ് B/A, അത് ഞാൻ എഴുതി. സോ ദിസ് ഇസ് ദ മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് റെക്ടാങ്കുലർ തന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ വേറൊരു വഴിയില്ല. യു ഹാവ് ടു ഫോളോ ദിസ്, ഓർ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു പോളാർ, ബട്ട് ദാറ്റ് ഇസ് മോർ കോംപ്ലക്സ്. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സ് റെക്ടാങ്കുലർ തന്ന് മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതി എന്നെ ഫോളോ ചെയ്യണം, അത് ഓർക്കുക. ഇനി ഡിവിഷൻ എങ്ങനെയാ നോക്കാം? ദിസ് ഇസ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഡിവിഷൻ എങ്ങനെയാ നോക്കാം? ഡിവിഷൻ എങ്ങനെ, അത് നോക്കണേ, ശ്രദ്ധിക്കണം. ഡിവിഷന്റെ സമയത്ത് നോക്കുക, A1 + JB1 / A2 + JB2. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ, യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് തിങ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിന്റെ നിങ്ങൾ പഠിച്ചാണ് മാത്സിൽ ഇത്. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ വിചാരിക്കേണ്ട. ഡിനോമിനേറ്ററിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ജെ ഉണ്ടെങ്കിൽ -J ആക്കുക, അത്രയേ ഉള്ളൂ. ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് there is a J, you have to make it -J. ഇവിടെ ഒരു J ഉണ്ട്, you have to put it as -J, അത്രയേ ഉള്ളൂ. അതിന് വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് -J ആക്കുമ്പോൾ A2 - JB2 എന്ന് വരും. യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ഇൻ ന്യൂമറേറ്റർ ആസ് വെൽ ആസ് ഡിനോമിനേറ്റർ. കാരണം ഇതൊരു വ്യത്യാസവും വരുത്തില്ല. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ ആണ് വരിക, അല്ലേ? സോ അതിൽ വ്യത്യാസം വരുത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതാണ് അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ഇത് നിങ്ങൾക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാം. ചെയ്യാലോ, ഓരോ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാ കോമ്പിനേഷൻസും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ വരും, താഴെ ഇങ്ങനെ വരും. താഴെ വരുമ്പോൾ എന്താ പ്രത്യേകം നോക്കുക? നിങ്ങൾക്കറിയാം ഒരു ഫോർമുല എന്താണ്? A + B × A - B ഫോമിൽ അല്ലേ ഇത്? ഇത് A, ഇത് B ആണെങ്കിൽ A + B × സെയിം എയും ബിയും ആണ് ഇവിടെ ഉള്ളത്. A + B × A - B. The resultant is nothing but A² - B². You know this. പണ്ട് 9ാം ക്ലാസ് പഠിച്ചാണ്. ഓക്കെ, A² - B². അപ്പൊ ഇത് A² എന്ന് പറയുമ്പോൾ A2² പ്ലസ് B² എന്ന് പറയുമ്പോൾ -JB2², അതായത് J² B2² എന്ന് വരും, അല്ലേ? J² എന്ന് പറഞ്ഞാൽ -1 അല്ലേ? സോ ഇതെന്ത് വരും? A2² + B2². അങ്ങനെയാണ് ഈ ഭാഗം കിട്ടിയിട്ടുള്ളത്. സോ താഴത്തെ J അങ്ങോട്ട് പോയി, അതല്ലേ നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്? താഴത്തെ J അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, ഇനി നിങ്ങൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഇതിപ്പോ എന്താണ്? ഒരു റിയൽ പാർട്ട് പ്ലസ് J × ഇമാജിനറി പാർട്ട്. താഴെ J വന്നാൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മുകളിൽ മാത്രം J വന്നാൽ എനിക്ക് ഈസി ആയിട്ട് റിയൽ ആൻഡ് ഇമാജിനറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് താഴത്തെ J ഒഴിവാക്കാനാണ് ഈ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഡിവിഷൻ പ്രോസസ്. ഇങ്ങനെയാണ് നമുക്ക് നടക്കാൻ പറ്റുക. അതാണ് ഒരു കോംപ്ലക്സിറ്റി. ഇത് കുറച്ച് കോംപ്ലക്സ് അല്ലേ, കുറച്ച് വലിയൊന്നുമില്ല, കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് സംവാട്ട് കോംപ്ലക്സ്. അതാണ് പറഞ്ഞ റെക്ടാങ്കുലർ കോമ്പോണൻസിൽ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അത് വന്നാൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യും വേണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ റിയലും ഇമാജിനറി കിട്ടി കഴിഞ്ഞാൽ പോളാറിൽ എഴുതേണ്ട ഇനി പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ ചിലപ്പോൾ കട്ടാവും, അപ്പൊ നമുക്ക്